കുട്ടി പറഞ്ഞതുപോലെ തന്നെ സ്പ്ലാഷ് ഡൗൺ 100% വിജയമായി. അത് പ്രതീക്ഷിച്ച സമയത്ത് തന്നെ ഭൂമിയിലേക്ക് പേടകം എത്തുകയുണ്ടായി. ഇനി ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്പേസ് എക്സിന്റെ ബോട്ടുകൾ അത് ഡ്രാഗൺ പേടകത്തിന് അരികിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ സേഫ്റ്റി ചെക്കപ്പുകളാണ് ഇനി അടുത്ത് പൂർത്തീകരിക്കാനുള്ളത്. അതിനുശേഷം സേഫ്റ്റി ചെക്കപ്പുകൾ എല്ലാം കൃത്യമായി പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിന്റെ പുറം ലെയർ, അതിന്റെ താപനില, അതുപോലെ തന്നെ മർദ്ദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതുണ്ട്. ഇവയെല്ലാം ക്രമീകരിച്ചതിന് ശേഷമായിരിക്കും ഇതിന്റെ വാതിലുകൾ അത് തുറന്ന് ഈ ബഹിരാകാശ സഞ്ചാരികളെ പുറത്തേക്ക് എത്തിക്കുക. അവർക്ക് സ്വയം പുറത്ത് ഇറങ്ങാൻ കഴിയില്ല. തീർച്ചയായിട്ടും ഭൂമിയുടെ അന്തരീക്ഷ മർദ്ദവുമായിട്ടും ഇവിടെയുള്ള ഗുരുത്വാകർഷണവുമായിട്ടും അവർക്ക് പൊരുത്തപ്പെടേണ്ടതുണ്ട്. 18 ദിവസങ്ങൾ ബഹിരാകാശത്ത് തങ്ങിയ ശേഷം ഇവർ വരുന്നതിനാൽ തന്നെ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാകും. അപ്പോൾ അത് പൊരുത്തപ്പെടാനുള്ള ഒരു സമയം ഇവർക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ പുറത്തു നിന്ന് ഉള്ള മറ്റ് ജീവനക്കാരായിരിക്കും ഇതിന്റെ വാതിലുകൾ തുറന്ന് ഇവരെ സ്പേസ് ക്യാപ്സ്യൂളിനകത്ത് നിന്ന് പുറത്തേക്ക് എടുക്കുക. അതിന്റെ പ്രക്രിയകൾ, അതിന്റെ സേഫ്റ്റി ചെക്കപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ സ്പീഡ് ബോട്ടുകൾ അതിന്റെ അടുത്തെത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. ഉടൻ തന്നെ ഈ പേടകത്തെ ഈ ബോട്ടിനകത്തേക്ക് ക്രെയിൻ മാർഗം ബോട്ടിനകത്തേക്ക് കയറ്റിയതിനു ശേഷം സ്പേസ് ക്യാപ്സ്യൂളിന് ഉള്ളിൽ നിന്ന് ഇവരെ പുറത്തേക്ക് എടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം ഇവരെ ടെക്സസിലുള്ള ജോൺസൺസ് സ്പേസ് സെന്ററിലേക്ക് കൊണ്ടുപോകും. അവിടെയായിരിക്കും ഇവരുടെ 7 ദിവസത്തെ വിശ്രമ പരിപാടി ഉൾപ്പെടെ നടത്തുക. ഈ ബോട്ടിൽ നിന്ന് ഇവരെ ഹെലികോപ്റ്റർ മാർഗമായിരിക്കും എയർലിഫ്റ്റ് ചെയ്യുന്നത്. ISROയുടെ പ്രതിനിധികൾ ഉൾപ്പെടെ ഇപ്പോൾ നിലവിൽ കാലിഫോർണിയയിൽ എത്തിക്കഴിഞ്ഞു. അവരുൾപ്പെടെ ഇപ്പോൾ ഇത് തത്സമയം അവിടെ നിന്ന് നേരിട്ട് അത് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത്രയും ദിവസം 18 ദിവസം ബഹിരാകാശത്ത് നിന്ന്, കൃത്യമായി പറഞ്ഞാൽ 433 മണിക്കൂറുകൾ ബഹിരാകാശത്ത് നിന്ന് വിജയകരമായിട്ടുള്ള പരീക്ഷണങ്ങൾ എല്ലാം നടത്തി വിജയശ്രീലാളിതരായിട്ട് തന്നെയാണ് ഈ സംഘം ഭൂമിയിലേക്ക് വരുന്നത്. 31 രാജ്യങ്ങളുടെ 60 പരീക്ഷണങ്ങൾ ഈ സംഘം നടത്തി. അതിൽ ഇന്ത്യക്ക് നിർണായകമായിട്ടുള്ളത് 7 പരീക്ഷണങ്ങൾ ശുഭാംശു ശുക്ല നടത്തിയിട്ടുണ്ട്. അതിന്റെ വിവരങ്ങൾ ഉൾപ്പെടെ ഇനി അവിടെ കാലിഫോർണിയയിലെത്തിയ ISRO പ്രതിനിധികൾക്ക് കൈമാറും. അത് തിരിച്ച് ഇന്ത്യയിലെത്തിയതിനു ശേഷമായിരിക്കും അതിന്റെ ഡാറ്റ വിശകലനം ചെയ്യുക. അതിനുശേഷം അതിന്റെ വിവരങ്ങൾ ഉൾപ്പെടെ നമുക്ക് ലഭ്യമാകും. ശുഭാംശു ശുക്ലയുടെ മറ്റ് അനുഭവങ്ങളും കാര്യങ്ങളും ഉൾപ്പെടെ അദ്ദേഹം ചിലപ്പോൾ ക്വാറന്റൈനിൽ കഴിയുന്ന ദിവസത്തിൽ തന്നെ നമുക്ക് അദ്ദേഹം ഓൺലൈൻ വഴിയൊക്കെ പ്രതികരിച്ചേക്കാം. അപ്പോൾ നമുക്ക് അത്തരം വിവരങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ അത്തരം വിവരങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് ഇന്ത്യയിലെത്തുമ്പോൾ ഒരു വളരെ വലിയൊരു സ്വീകരണം തന്നെ അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെല്ലാം വളരെയധികം സന്തോഷത്തോടെ മകന്റെ ഈ വിജയം അത് വീക്ഷിക്കുന്നതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ വീടിന്റെയും അതുപോലെ തന്നെ നാട്ടിലെയും ദൃശ്യങ്ങളെല്ലാം ഇന്ന് രാവിലെ പുറത്തു വന്നിരുന്നു. അദ്ദേഹത്തിന്റെ വീട്, അദ്ദേഹത്തിന്റെ മുഖമുള്ള, അദ്ദേഹത്തിന്റെ ചിത്രങ്ങളുള്ള ഫ്ലെക്സുകൾ വെച്ച്, അതുപോലെ തന്നെ ഇന്ത്യൻ ദേശീയ പതാകകൾ വെച്ചെല്ലാം അദ്ദേഹത്തിന്റെ വീട്